ഹായ് ഫ്രണ്ട്സ്, ഷിംജിത്താണ്. ഞാനിപ്പോൾ ഉള്ളത് ഒരു നഴ്സറിയിലാണ്. പക്ഷേ നഴ്സറിയിൽ പോയിട്ട് ഇപ്പം എന്ത് ചെയ്യാനാണ്? ഒരു നഴ്സറിക്ക് ഇത്ര ഇമ്പോർട്ടൻസ്. ഇതാണ് ആ നഴ്സറി. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സൂറത്ത് നിന്ന് സാപുതാര പോകുന്ന വഴിക്കുള്ള ഒരു നഴ്സറിയാണ്. ഇവിടെ ഏകദേശം 250ഓളം നഴ്സറികളുണ്ട്. ഇവിടെയുള്ള ഓരോ വീട്ടിലും ഓരോ നഴ്സറി ഉണ്ട്. അതാണ് ഈ നഴ്സറികളുടെ പ്രത്യേകത. ഒരു കുടിൽ വ്യവസായം പോലെ റോഡ് സൈഡിലുള്ള എല്ലാ വീടുകളിലും ഇവർ നഴ്സറി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സാപുതാര ഗുജറാത്തിലെ ഒരു മെയിൻ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ്. അതായത് ഒരു ഹിൽ സ്റ്റേഷനാണ്, ഒരേ ഒരു ഹിൽ സ്റ്റേഷനാണ്. അപ്പോൾ ആ ഹിൽ സ്റ്റേഷനിലേക്ക് പോയി മടങ്ങുന്ന ആളുകൾ അവിടെ ഹിൽ സ്റ്റേഷനിലുള്ള ഭംഗിയുള്ള പൂക്കളും ചെടികളൊക്കെ കണ്ടിട്ട് അതുപോലത്തെ പൂക്കളും ചെടികളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഈ നഴ്സറികൾ ഉപയോഗിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇതൊരു ബിസിനസ്സായിട്ട് നടത്തുന്നത്. ഇത് നോക്ക്, വലിയ രീതിയിൽ കൃഷി ചെയ്യുന്ന, ഇതല്പം കുറച്ചുകൂടി കൊമേഴ്ഷ്യലായിട്ട്, അതായത് കുടിൽ വ്യവസായത്തിന് പുറമെ അതിന് കുറച്ചും കൂടി കൊമേഴ്ഷ്യലായിട്ടുള്ള ഒരു വലിയ നഴ്സറിയാണ്. ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് കാണിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് റോസാണ്. ഹിൽ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ റോസ് കാണാൻ കിട്ടുന്നത് കാരണം ഇവിടെ വരുന്ന ആൾക്കാർ റോസാ ചെടികൾ വാങ്ങിപ്പോവും. പക്ഷേ ഇത്രയും പൂ കണ്ടിട്ട് കൊതിക്കേണ്ട ആവശ്യമില്ല. ഈ പൂ ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളെ നാട്ടിലെ ചെമ്പരത്തി പോലും ഇവിടെ പ്ലാന്റേഷൻ ചെയ്തിട്ട് വിൽപ്പനയാണ്. ഒരുപാട് എഫേർട്ടുള്ള ജോലിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സറി ബിസിനസ്. കാരണം ഇതിൻ്റെ കാലാവസ്ഥയും വെള്ളത്തിൻ്റെ ലഭ്യത, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ഈ ഒരു നഴ്സറി മെയിൻറ്റെയിൻ ചെയ്യാൻ ഇപ്പം 3-4 പേര് ഇവിടെ ഇപ്പം തന്നെ പണിയെടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 10 സെൻറ്റോളം സ്ഥലത്ത് ആണ് ഈ നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. മുല്ലയാണ്, പൂവുണ്ടായിട്ടില്ല. ബോഗൺവില്ല, നമ്മളെ നാട്ടിലെ കളർ ചെടി, കളറല്ല. പക്ഷേ ഇത് നോക്ക്, എത്ര സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നതെന്ന്. തെങ്ങും തൈകളും അവൈലബിൾ ആണ് കേട്ടോ. തെങ്ങുണ്ട്, നമ്മൾ അശോകമുണ്ട്. ഞാൻ മലയാളത്തിൽ സംസാരിക്കുന്ന കേട്ടിട്ട് ഇവർക്കൊക്കെ എന്തോ ഒരു അത്ഭുതം പോലെ. നമുക്ക് ഇവരിൽ ഒരാളോട് സംസാരിക്കാൻ ശ്രമിക്കാം. നോക്കാം എന്താ ചേട്ടൻ പറയുന്നത് നോക്കാമല്ലോ. कितना दिन से काम कर रहे हो? कितना दिन से काम कर रहा है? हम तो मेरा तो इधर 2 साल हो गया. मतलब आप लोग सब मिलके या मालिक अलग है? मालिक अलग है. ओके. बहुत लोग आते हैं कि सापुतारा से जाने वाला लेते हैं क्या सामान? आता है तो कस्टमर आता है. ഓക്കെ. സാപുതാര പോയിട്ട് തിരിച്ചു വരുന്ന ആൾക്കാർ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് വരുന്നതാണ് പറയുന്നത്. മെയിനായിട്ട് ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇവിടെ പൂക്കളുള്ള ചെടികളെക്കാട്ടും കൂടുതൽ മറ്റ് അലങ്കാര ചെടികളാണ് കൂടുതലായിട്ട് കാണുന്നത്. പക്ഷേ ചെമ്പരത്തി ഇത്രയും മാസമായിട്ട് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പലതരം ചെമ്പരത്തി, ഹെബിസ്കസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെയുള്ളതൊക്കെ അലങ്കാര ചെടികളാണ് കൂടുതൽ. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ഫോർ ഗുഡ് മോർ വീഡിയോസ്.